നോർമൽ കേസിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യരാണല്ലോ അല്ലേ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചില മിസ്റ്റേക്ക് വന്നിരിക്കാം. ആ മിസ്റ്റേക്ക് വന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10,000 വ്യൂസോ അല്ലെങ്കിൽ 25,000 വ്യൂസോ കഴിയുമ്പോഴായിരിക്കും അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് കാണുന്നത്. നോർമലി ചില സാധാരണ സുഹൃത്തുക്കൾ ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ചെയ്യും. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ അത്രയും പോർഷൻസിന് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ഓക്കെ, നമുക്ക് എന്തായാലും അതിനായിട്ട് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഡീൽ ചെയ്യുന്ന ക്ലയൻസ് ആണ് ഡോക്ടർ ബി എം മുഹസിൻ, അതേപോലെ തന്നെ മധു ഭാസ്കരൻ സാറ്, സജീവ് സാറ്, രമേഷ് വോയിസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെഗ്മെൻറ്റിലെ പല ആളുകളുടെയും വീഡിയോ എൻ്റെ കമ്പനി തന്നെ വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ വന്നൊരു വീഡിയോ മിസ്റ്റേക്കിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ പല ആൾക്കും ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. നാം കപടന്മാരാണ് എന്നുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഡീറ്റെയിൽസ്, അനാലിസിസ്, എഡിറ്റ്, കമൻറ്റ്, മിസ്സിംഗ് ഫീച്ചേഴ്സ്, പുതിയ അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് അതിലേക്ക് വരും. ദെൻ ഞാനിവിടെ എഡിറ്റർ എന്ന ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എഡിറ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ ട്രാക്ക്, ഓഡിയോ ട്രാക്ക്, അല്ലെങ്കിൽ എന്താ പറയുക എൻ സ്ക്രീൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യൂട്യൂബേഴ്സ്. അതെല്ലാ ആളുകളും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് കൂടും. അതിനൊരു പ്രധാനപ്പെട്ട ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോണ്ടന്റ് ആണ് പറയണമെങ്കിൽ അത് നമുക്ക് എൻ സ്ക്രീനിലോ അല്ലെങ്കിൽ എന്താ പറയുക കാർഡിലൊക്കെ കൊടുക്കാൻ സാധിക്കും. ആളുകൾ ക്ലിക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ എനിക്കൊരു ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പോർഷനാണ് എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ നമുക്ക് കണ്ടോ ഇവിടെ തന്നെ അൺഡു ചെയ്യാം, റീ അൺഡു ചെയ്യാം, ട്രിം, അതേപോലെ ടൈം. ദെൻ നമുക്ക് എന്താ പറയുക ആ ടൈം ലൈനൊക്കെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ അടുത്ത നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. വളരെ വില കുറവായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്യണം. ദെൻ അതിനുശേഷം ഞാൻ ട്രിം എന്ന ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. ട്രിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാൻ സാധിക്കും സ്പ്ലിറ്റ്, ക്യാൻസൽ ആൻഡ് പ്രിവ്യൂ ഇപ്പോൾ ഇനേബിൾഡ് അല്ല. ദെൻ അതിനുശേഷം നമുക്ക് ഏത് പോർഷനിലാണോ വേണ്ടത്, ഞാനിവിടെ എനിക്കൊരു ടൈം 2.25 സെക്കൻഡ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഏത് പോർഷൻ വരെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ പോർഷനിലേക്ക് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ? ഇനി അതിനുശേഷം നമുക്കൊന്ന് പ്രിവ്യൂ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പ്രിവ്യൂ ജസ്റ്റ് ഇങ്ങോട്ട് മാറിയിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഈ സഹോദരി റെഡിയാണ്. കണ്ടോ? ആ ഒരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്ത് പോർഷനാണ് കാണുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിനുശേഷം ഈ മേളിൽ കാണുന്ന സേവാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ എവിടെയാണോ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ആ വീഡിയോയുടെ അത്രയും പോർഷൻസ് കട്ടായിട്ട് ബാക്കി പോർഷൻസ് ആഡ് ഓൺ ചെയ്ത് വരികയും ചെയ്യുന്നത്. അതിന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരെ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ക്യാൻസൽ ചെയ്യാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. കണ്ടോ? വളരെ സിമ്പിളാണ്. ചില സുഹൃത്തുക്കളൊക്കെ സാധാരണ കേസിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ പ്രൈവറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർഷൻസ് ട്രിം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയപ്പെടേണ്ട ഫീച്ചേഴ്സാണ് എൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ സ്ക്രീൻ എന്ന് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. എൻ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ കേട്ടോ കാണാൻ സാധിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നെക്സ്റ്റ് വീഡിയോയൊക്കെ നമുക്ക് വരാനുള്ള സ്ഥലവും ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും യൂട്യൂബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളും അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്ന ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് ഇന്ന് മുതൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. യൂട്യൂബ് സംബന്ധമായ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഒരു കമ്മ്യൂണിറ്റി വളരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തോളുക. കാര്യം ഇതുപോലെയുള്ള ചെറിയ ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.